മാഡം, അല്ല നന്ദനെ കണ്ടില്ലല്ലോ. അവൻ വരുന്നേ ഉള്ളൂ. ആ, അപ്പോ രജനിയും ദേവികയും 3 പേരും ഒരുമിച്ച് ഇപ്പൊ വരും. വരൂ. വാ. ചേച്ചി, എന്താ ചേച്ചി എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ? ഏയ് ഒന്നുമില്ല. എന്താ ചേച്ചി? അല്ല, പുതിയ വീട്ടിൽ ചെന്ന് കേറുവല്ലേ, അവിടെ എങ്ങനെയായിരിക്കും അറിയാൻ പറ്റില്ലല്ലോ. അതിപ്പോ അറിയാനൊന്നുമില്ല ചേച്ചി. ഹാപ്പി ലൈഫായിരിക്കും ചേച്ചി കിട്ടാൻ പോകുന്നത്, അല്ലേ ദേവി? അതെ ചേച്ചി, ഗിരീഷേട്ടൻ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ആ വീട് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക. അതെനിക്കറിയാം. പക്ഷേ അവരുടെ ബന്ധുക്കള് എന്റെ പഴയ ജീവിതമൊക്കെ വെച്ച് എന്തെങ്കിലും പറയുമെന്നാ. ഓ അതാണോ? ചേച്ചി, ചേച്ചിയെ കുറിച്ച് A to Z കാര്യങ്ങള് ഗിരീഷേട്ടൻ അറിയാം. ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളല്ല ഗിരീഷേട്ടൻ അമ്മയൊന്നും. നല്ല വീട്, നല്ല അന്തരീക്ഷം, നല്ല ആൾക്കാര്. ചേച്ചിക്ക് അവിടെ സുന്ദരമായ ഒരു ജീവിതമാ കാത്തിരിക്കുന്നത്. ആ പിന്നൊരു കാര്യം, അവിടെ ചെന്ന് ഞങ്ങളൊന്ന് മറന്നുപോയേക്കല്ലേ. ആകെ സങ്കടം വന്നിരിക്കാ ഞാൻ. അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഒറ്റ കീറ് വെച്ചേരും ഞാൻ. നന്ദു ഒരു തമാശ പറഞ്ഞല്ലേ ചേച്ചി? നമ്മൾ ചേച്ചിയെയും ചേച്ചി നമ്മളെയും മറക്കാൻ വിടുവോ? ആ അച്ഛാ, പറയച്ചാ. ആ, നിങ്ങൾ എവിടെ എത്തി? സമയാവറായി. നിങ്ങളെ കാണാത്തോണ്ട് വിളിച്ച. ആ ശരി. എന്താ ഇങ്ങനൊരു ചടങ്ങിന് എല്ലാരും വരാത്തതിന്റെ വിഷമമാണല്ലേ? അതില്ലാതിരിക്കോ? ഭാർഗവി മുരളിയൊക്കെ വരുമെന്ന് വിചാരിച്ചതാ, എത്തിയിട്ടില്ല. പിന്നെ ദേവിയുടെ അച്ഛനും അമ്മയും. സർ, നന്ദനൊന്ന് വിളിച്ചു നോക്കണോ? വേണ്ട, അവരെ ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു, എത്താറായി. മോളെ, വാ. രജനിമോള് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആഹാ, എപ്പോഴാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത്? ചേച്ചി സുന്ദരിയാണെന്നേ ഗിരീഷേട്ടന് തോന്നിയിട്ട് വർഷങ്ങളായി. അച്ഛാ, വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടോ? ഒന്നുമില്ലടാ, മുഹൂർത്ത സമയം നോക്കി താലി കെട്ടണം, അത്രേ ഉള്ളൂ.
നിങ്ങൾ വരുമ്പോ പോറ്റിയെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ. വാ, നമുക്കങ്ങോട്ട് പോവാം. ശരി. വാ മോളെ വാ. സുബ്രഹ്മണ്യ, എന്താടാ? സിദ്ധാർത്ഥ നാട്ടിലെ മകളുടെ കല്യാണം ഇപ്പൊ തുടങ്ങും. എവിടെ? കിഴക്കേ നിലയില്. അയ്യോ, വാ. വാടാ. സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, താലിചാർത്ത് ചടങ്ങ് ആരംഭിക്കാം. വരനും വധുവും അച്ഛനമ്മമാരുടെ കാൽത്തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചോളൂ. കല്യാണ വൈഭോഗമേ. അനുഗ്രഹം വാങ്ങിച്ചോളൂ. സർ, എന്താ? ഇങ്ങോട്ട് നിന്നോളൂ. ഇനി ദേവിയെ തൊഴുതുള്ളൂ. ഇനി താലി ചാർത്തിക്കോളൂ. നിർത്ത്. ഈ കല്യാണം തൽക്കാലം നിർത്തിവെക്കണം.
ആരാ നിങ്ങള്? എന്താ വേണ്ടേ? ആരാ എന്താന്നൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? ഇവർക്കൊക്കെ എന്നെ അറിയാം. അദ്ദേഹത്തിന് എന്റെ പ്രശ്നങ്ങളും അറിയാം. തൽക്കാലം തീരുമാനമായിട്ട് മതി കല്യാണവും കെട്ടും ഒക്കെ. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും ഇപ്പൊ മനസ്സിലാക്കിയാ മതി. തനുജ, നിങ്ങളുടെ പ്രശ്നം എന്തായാലും ഇവിടെ ഒരു ചടങ്ങ് നടക്കുക, അതും താലികെട്ട്. എന്തുണ്ടെങ്കിലും അത് കഴിഞ്ഞ് സംസാരിക്കാം. അതിന് നിന്നോട് ആരാ സംസാരിക്കാൻ പറഞ്ഞത്? എന്നോട് കാര്യങ്ങൾ പറയേണ്ടത് ഇദ്ദേഹം. ഞാൻ കൃത്യമായി നേരത്തെ എല്ലാം സംസാരിച്ചതാ. എനിക്ക് തരേണ്ടത് തരണമെന്ന്. ആദ്യം എനിക്കുള്ളത് വരട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. സർ, എന്താ ഇതൊക്കെ? ആരേ കുട്ടി? തനുജ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളോട് ആരോടും എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? തനുജ പ്ലീസ്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ് പ്ലീസ്. ഇന്നലെ സംസാരിച്ചപ്പോ ഈ പ്ലീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. മറ്റൊരു മുഖം കാണിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്? ആ മുഖം കാണട്ടെ. തനുജ, എന്താ നിന്റെ പ്രശ്നം? നീ ഞങ്ങളെ വിടാതെ പിന്തുടരുകയാണല്ലോ. എന്താ കാര്യം? അച്ഛന്റെ പാർട്ടിപ്പെട്ട ആരുടെയും മോളാ? ഓ, കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തുക. കാശ് കെട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പോ ഓരോ രീതിയിൽ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പോലീസിനെ വിളിക്കണം. നന്ദ, നീ പോലീസിനെ വിളിക്ക്. വരട്ടെ, ഞാനൊന്ന് സംസാരിക്കാം. കുട്ടി, എന്താ കാര്യം? ഒന്ന് വ്യക്തമായിട്ട് പറ. എനിക്ക് മറ്റാരോടും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതൊക്കെ ഇവിടെ ചോദിച്ചാ മതി. പേടിച്ച് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയില്ലേ ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. നിന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഞങ്ങളുടെ ജീവിതം തുലയ്ക്കാനായി പറയാൻ നടക്കുക അല്ലേ? ആൾക്കൂട്ടത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ എന്നോട് തട്ടിക്കയറണ്ട. സമാധാനമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോണം. തനുജ, മര്യാദയ്ക്ക് പറയുക. ഈ താലികെട്ടൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഏത് കാര്യത്തിനും തീർപ്പുണ്ടാക്കാം. പറ്റില്ല. എന്റെ കാര്യത്തിന് തീർപ്പുണ്ടാക്കിയിട്ട് മതി ബാക്കി എന്തും.
കല്യാണമൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് എന്റെ കാര്യമാ വലുത്. പ്രഭേ, എന്താ ഇത്? മംഗളമായിട്ട് നടക്കേണ്ട ചടങ്ങില് എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഈ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യേ. തനുജ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് തരാനുള്ളത് തന്നിട്ട് ബാക്കി സംസാരം. ഹലോ, ഞാൻ മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ ഭാര്യ പ്രഭാവതി. ആ നമസ്കാരം മാഡം, പറഞ്ഞോളൂ. എനിക്കൊരു ഹെൽപ്പ് വേണം. ഇന്നെന്റെ മോളുടെ കല്യാണമോ, അത് തടയാൻ ഒരാളിവിടെ വന്നിരിക്കുന്നു. വണ്ടി എടുക്ക. എടോ, താനെല്ലാം ഇതിൽ പകർത്തിക്കോണം, ഒന്നും വിട്ടുപോകരുത്. ഞാനിത് വരുന്നു. സാറേ, എന്താ സാറേ പ്രശ്നം? ഈ കുട്ടി എന്തിനാ ഈ കല്യാണം മുടക്കുന്നത്? താൻ തന്റെ കാര്യം നോക്കി പോടോ. അത് ശരി, ഈ കല്യാണം മുടക്കാൻ വന്ന് ഈ കുട്ടിയോടില്ലാത്ത ദേഷ്യമാണ് സാറിന് എന്നോട്. വല്ലാത്ത കഷ്ടമാണല്ലോ സാറേ. സാറിന് ഈ കുട്ടി അറിയൂ? അതോ എനിക്ക് താനാരാടോ? സാറേ, എനിക്കെന്താ അറിയേണ്ടത്? അച്ഛാ, വിട് വിട്. എടോ, തനിക്കിടുന്നു. വാ. അതെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, മനസ്സിലായോ? ശരി, ഞാൻ ഇടപെടുന്നില്ല. തനുജ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടുന്ന് മാറി തരണം. പോലീസും ബഹളമൊക്കെ ആയാൽ അത് വലിയ വാർത്തയാവും. ആ നാണക്കേട് ഒഴിവാക്കാൻ ഈ പറയുന്നേ. ആർക്ക് നാണക്കേട്? എനിക്കല്ല, നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനുമാണ് നാണക്കേട്. പോലീസ് വരട്ടെ. വാ. സർ, ഞാനാ ഫോൺ ചെയ്തത്. ഈ നിൽക്കുന്ന കുട്ടിയെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ പ്രശ്നം? കുറച്ചു ദിവസമായി ഭീഷണി തുടങ്ങിയിട്ട്. ഇവള് കാരണം ഞാൻ കുറെ ബുദ്ധിമുട്ടിയതാ, സാറിന് അറിയാലോ. തനൂജ് എന്നല്ല പേര്. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതങ്ങ് സ്റ്റേഷനിൽ വന്ന് തരണം, അല്ലാതെ ഇവിടെ ഒന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത്. സർ, പ്രശ്നമൊന്നും വേണ്ട, ഈ കല്യാണവും നടന്നാ മതി. താൻ അങ്ങോട്ട് മാറിയെന്നേ. ഇവിടെ കല്യാണം നടക്കട്ടെ, ഇല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റേണ്ടി വരും. മാറ്. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് മാറില്ല. ഞാൻ ചോദിച്ചത് അദ്ദേഹം തരണം, അല്ലാതെ ഞാൻ മാറില്ല. എന്താ സർ, എന്താ പ്രശ്നം? സാറിന് ഈ കുട്ടിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 759382
9838 ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.